എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ കർഷകരെ സാമ്പത്തികപരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നാളിതുവരെയായിട്ട് പദ്ധതിയിലൂടെ 22 ഗഡുകൾ വിജയകരമായിട്ട് വിതരണം ചെയ്യപ്പെടുകയും അതിലൂടെ 44,000 രൂപ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 23ാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഇപ്പോൾ ഇതാ അവർക്കായിട്ട് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. 23ാമത്തെ ഗഡുവിന്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് 2000 രൂപ വീതം എത്തുന്ന ഈ ഒരു പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 23ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണം ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 20ാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:45 ഈ ഒരു തുക വിതരണത്തിനായിട്ട് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിതരണത്തിനാണ് ഈ ഒരു ശനിയാഴ്ച തുടക്കം കുറിക്കുവാനായിട്ട് പോകുന്നത്. കോടിക്കണക്കിന് വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് ലഭ്യമാകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വലിയ പദ്ധതി വഴി ഇത്തവണ 23ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുന്നതിനായിട്ട് പുതുതായിട്ട് മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. കർഷകർ ഇതിനോടകം തന്നെ ഈ KYC പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുള്ളവരാണ്. കൂടാതെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും അതിലൂടെ ലഭിക്കുന്ന കർഷക ID വേണമെന്നും മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ അത് ലഭിക്കാത്തവർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കർഷക ID ഇതുവരെ എടുക്കാത്തവർക്കും അല്ലെങ്കിൽ അപേക്ഷ നൽകി കർഷക ID വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാത്തവർക്കും ഇപ്രാവശ്യത്തെ ധനസഹായം തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്ക് ഈ ഒരു ധനസഹായം നേരിട്ട് എത്തിച്ചേരുന്നതാണ്. പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാണ് കേന്ദ്ര സർക്കാർ തുക വിതരണം നടത്തുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെങ്കിലും എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ സമയം പണം ലഭിക്കണമെന്നില്ല. വലിയൊരു വിതരണ പ്രക്രിയ ആയതിനാൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി മണിക്കൂറുകളുടെ വ്യത്യാസമോ അല്ലെങ്കിൽ 1-2 ദിവസത്തെ താമസമോ ചിലർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മുൻപത്തെ ഇൻസ്റ്റാൾമെന്റുകളുടെ വിതരണ സമയത്തും ഇതേ രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ KYC മുൻപ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും ഒരിക്കൽ ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ധനസഹായ വിതരണം നടക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 23ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ ജൂൺ 20-ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.